ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേൺ വൈസ്. എൻ്റെ പേര് ഫാത്തിമ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ MPSC 004 സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ മോഡേൺ ഇന്ത്യ എന്ന പുതിയൊരു പേപ്പറാണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പേപ്പറിനെ കുറിച്ചിട്ടൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുക എന്നുള്ളതാണ്. അപ്പം എത്ര യൂണിറ്റുകളാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്, പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പേപ്പറിൽ ആകെ 15 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് പ്രീ മോഡേൺ സോഷ്യോ റിലീജിയസ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ ഇന്ത്യ ദ ഡൈവേഴ്സ് ട്രാൻസ് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ശരിക്കും ഈ ഒരു പ്രീ മോഡേൺ പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മോഡേൺ പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതും തുടർന്നിട്ടുണ്ടാകുന്ന ആ ഒരു സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ ഒരു മോഡേൺ പീരിയഡിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പം ഈ മോഡേൺ പീരിയഡിന് മുമ്പുള്ള കാലഘട്ടം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പും ഇന്ത്യയിൽ ആ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടം, അതായത് ഈ ഒരു പുരാതന കാലഘട്ടം മുതൽ മധ്യകാലഘട്ടത്തിന്റെ അവസാനം വരെയുള്ള ആ ഒരു ടൈം പീരീഡ്, അതിനെയാണ് നമ്മൾ പ്രീ മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രീ മോഡേൺ പീരിയഡില് ഇന്ത്യയിലെ സോഷ്യോ റിലീജിയസ് പൊളിറ്റിക്കൽ തോട്ട് എങ്ങനെയായിരുന്നു? അപ്പം നമുക്കറിയാം, ഒരു രാജ്യം എന്ന് പറയുമ്പം രാജ്യം എങ്ങനെ ഭരിക്കണം, അവിടെ ആര് ഭരിക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം ആ ഒരു ഇന്ത്യയിലെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരുന്നു, ഇന്ത്യയിലെ ആ ഒരു രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്താഗതി എങ്ങനെയായിരുന്നു? അപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഈ ഒരു മതത്തിന്റെയും സാമൂഹിക ആചാരങ്ങളുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അപ്പം ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ തോട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു എവല്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ പഠിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു പുരാതന കാലഘട്ടം എടുക്കാം, ഏൻഷ്യൻ പീരീഡ്. ഏൻഷ്യൻ പീരീഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ഇന്ത്യയിലെ ഈ ഒരു രാഷ്ട്രീയ ചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ബുദ്ധ ജൈന മതങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു മിഡീവൽ പീരിയഡ് നോക്കാം. ഒരു മധ്യകാലഘട്ടത്തിലേക്ക് വരുമ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത് ഇസ്ലാം മതമാണ്. അപ്പം ഇസ്ലാമിക് ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ ബുദ്ധ ജൈന മതങ്ങളും ഒക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പല കാലഘട്ടങ്ങളിലായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ പോലെ ഒരു പാർലമെന്ററി അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പല ഘട്ടങ്ങളിലൂടെ അത് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് ഓറിയന്റലിസ്റ്റ് ഡിസ്കോഴ്സ് ആൻഡ് കൊളോണിയൽ മോഡേണിറ്റി എന്നുള്ളതാണ്. അപ്പം കൊളോണിയൽ ഇന്ത്യയിൽ ഈ ഒരു ഓറിയന്റലിസം, കൊളോണിയൽ മോഡേണിറ്റി തുടങ്ങിയിട്ടുള്ള ആശയങ്ങളുടെ ആ ഒരു എമർജൻസ് എങ്ങനെയായിരുന്നു, അതിന്റെ ഒരു റൂട്ട് എങ്ങനെയായിരുന്നു, കൊളോണിയൽ മോഡേണിറ്റിയുടെ ഡിഫറെന്റ് സ്ട്രാൻഡ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് സേലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്. അപ്പം നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ഈ ഒരു പൊളിറ്റിക്കൽ തോട്ടിന് കൃത്യമായിട്ടുള്ള എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അത് ഡിഫറെന്റ് ഫേസസിലൂടെ അത് കടന്നു പോയിട്ടുണ്ട്. ദെൻ അതിപ്പോ എത്തി നിൽക്കുന്നത് എവിടെയാണ്? മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്. ഇപ്പം മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിന്റെ സേലിയന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതാണ് നമുക്ക് തേർഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ഫോർത്ത് യൂണിറ്റ്. ഫോർത്ത് യൂണിറ്റ് ഏർലി നാഷണലിസ്റ്റ് റെസ്പോൺസസ്, റാം മോഹൻ റോയ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദയാനന്ദ സരസ്വതി ആൻഡ് ജ്യോതിബ ഫുലെ. ഇപ്പം റാം മോഹൻ റോയുടെ പൊളിറ്റിക്കൽ തോട്ട് എന്തൊക്കെയായിരുന്നു? അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഈ ഒരു നാഷണലിസത്തിന്റെ എമർജൻസിന് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു? ദെൻ ദയാനന്ദ സരസ്വതിയുടെ പൊളിറ്റിക്കൽ ഐഡിയാസ് എന്തൊക്കെയാണ്? ജ്യോതിബ ഫുലെയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് 4 നമുക്ക് പഠിക്കാനുള്ളത്. ഇനി യൂണിറ്റ് 5 വരുമ്പോൾ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്, ദാദാഭായ് നവറോജി, MG റാനഡെ ആൻഡ് BG തിലക് അഥവാ ബാലഗംഗാധർ തിലക്. ഇപ്പൊ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ദാദാഭായ് നവറോജി, MG റാനഡ, ബാലഗംഗാധർ തിലക് തുടങ്ങിയിട്ടുള്ള ലീഡേഴ്സിന്റെ തോട്ട്സ് ആൻഡ് ഐഡിയാസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഫിഫ്ത്ത് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സിക്സ്ത് യൂണിറ്റ് ഹിന്ദുയിസം, സ്വാമി വിവേകാനന്ദ ആൻഡ് ശ്രീ അരബിന്ദോ ഘോഷ്. സ്വാമി വിവേകാനന്ദന്റെയും ശ്രീ അരബിന്ദോ ഘോഷിന്റെയും ആ ഒരു ഐഡിയാസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ സിക്സ്ത് യൂണിറ്റിൽ നോക്കും.
ദെൻ 7th യൂണിറ്റിലേക്ക് വരുമ്പോൾ ഹിന്ദുത്വ, വി.ഡി. സവർക്കർ ആൻഡ് എം.എസ്. ഗോൾവാക്കർ. അപ്പം ഈ ഹിന്ദു നാഷണലിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയുടെ പ്രൊപ്പണൻസ് എന്ന് പറയുന്നത് തന്നെ വി.ഡി. സവർക്കറും ഗോൾവാക്കറുമാണ്. അപ്പം അവരുടെ ആ ഒരു ഹിന്ദു നാഷണലിസ്റ്റ് ഐഡിയാസ് എന്തൊക്കെയായിരുന്നു, ഹിന്ദു നാഷണലിസ്റ്റ് ഐഡിയോളജിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 7th യൂണിറ്റിൽ പഠിക്കുന്നത്. അടുത്തതായിട്ട് യൂണിറ്റ് 8 മുസ്ലിം തോട്ട്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, മുഹമ്മദ് ഇക്ബാൽ, മൗലാന മൗദൂദി ആൻഡ് മുഹമ്മദ് അലി ജിന്ന. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ ഒരു മോഡേൺ എഡ്യൂക്കേഷന് അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഈ ഒരു ഹിന്ദു മുസ്ലിം യൂണിറ്റി ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിലെ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. ദെൻ അടുത്ത ഒരാള് മുഹമ്മദ് ഇക്ബാൽ ആണ്. ഇപ്പം മുഹമ്മദ് ഇക്ബാലിന്റെ ആ ഒരു നാഷണലിസത്തിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും നമ്മൾ ചർച്ച ചെയ്യും. ദെൻ മൗലാന മൗദൂദി, അദ്ദേഹത്തിന്റെ നാഷണലിസത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഫൈനലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന മുഹമ്മദ് അലി ജിന്ന. ഇപ്പം മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ഒരു മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു, ദെൻ അദ്ദേഹത്തിന്റെ ടു നേഷൻ തിയറി എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. ദെൻ 9th യൂണിറ്റ് നേഷൻ ആൻഡ് ഐഡന്റിറ്റി കൺസേൺസ്, ഇ.വി. രാമസ്വാമി നായ്ക്കർ, നസറുൽ ഇസ്ലാം, പണ്ഡിത രമാബായ്, ജയ്പാൽ സിംഗ്, കരൺ സിംഗ്. ഇപ്പം പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ടുള്ള രാമസ്വാമി നായ്ക്കർ, നസറുൽ ഇസ്ലാം, പണ്ഡിത രമാബായ്, ജയ്പാൽ സിംഗ്, കരൺ സിംഗ് തുടങ്ങിയിട്ടുള്ള ലീഡേഴ്സിന്റെ ആക്ടിവിറ്റീസ്, ഓരോ വിഭാഗത്തിന്റെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു 9th യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 10th യൂണിറ്റ് വരുന്നത് നമ്മളുടെ ഗാന്ധിജിയെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് എന്താണ്, അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ, അഹിംസ, ട്രൂത്ത്, നോൺ വയലൻസ്, ട്രസ്റ്റിഷിപ്പ് തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓരോ കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടും നമ്മൾ വിശദമായിട്ട് നോക്കും. അതോടൊപ്പം തന്നെ ഈ പൊളിറ്റിക്സും റിലീജിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഗാന്ധിയുടെ വ്യൂസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് യൂണിറ്റ് 11 ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ തോട്ട്സ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഐഡിയാസ് എന്തൊക്കെയാണ്, അങ്ങനെ ഫോറിൻ അഫയേഴ്സ് ആണെങ്കിലും ഇന്ത്യയുടെ ഒരു സയൻസിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ആണെങ്കിലും ജവഹർലാൽ നെഹ്റുവിന്റെ ആ ഒരു റോൾ എന്തായിരുന്നു, ഇന്ത്യയെ അത്രയും ഡെവലപ്പ് ചെയ്യുന്നതിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു റോൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കും. ദെൻ യൂണിറ്റ് 12 ബി.ആർ. അംബേദ്കറിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയാസ് ആൻഡ് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. ദെൻ 3rd യൂണിറ്റ് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ടാഗോറിന്റെ ഐഡിയാസ്, അദ്ദേഹത്തിന്റെ തിയറീസ് എന്തൊക്കെയായിരുന്നു, ദെൻ അദ്ദേഹം ഏത് രീതിയിലാണ് നാഷണലിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്, രവീന്ദ്രനാഥ് ടാഗോറും ഗാന്ധിജിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ 14th യൂണിറ്റ് വരുന്നത് കമ്മ്യൂണിസ്റ്റ് തോട്ട്, എം.എൻ. റോയ് ആൻഡ് ഇ.എം.എസ്. നമ്പൂതിരിപ്പാട് എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്സ് എങ്ങനെയാണ് നടന്നിട്ടുള്ളത് അതിനെ കുറിച്ചിട്ടും, അതോടൊപ്പം തന്നെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയായിരുന്നു, ദെൻ രണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള എം.എൻ. റോയ്, ഇ.എം.എസ്. നമ്പൂതിരിപ്പാട് തുടങ്ങിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിന്റെ അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ തോട്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു 14th യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഫൈനൽ യൂണിറ്റ് വരുന്നത് സോഷ്യലിസ്റ്റ് തോട്ട്, റാം മനോഹർ ലോഹ്യ ആൻഡ് ജയപ്രകാശ് നാരായൺ. ഇപ്പം ഇന്ത്യയിലെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുണ്ടായിരുന്ന മറ്റൊരു പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പം ഈ ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ ആ ഒരു ചരിത്രം എങ്ങനെയായിരുന്നു, ദെൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയായിരുന്നു, അവരുടെ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് എങ്ങനെയായിരുന്നു, ദെൻ റാം മനോഹർ ലോഹ്യയുടെയും ജയപ്രകാശ് നാരായണന്റെയും ഒക്കെ സോഷ്യലിസ്റ്റ് തോട്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ പഠിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പം ഓരോ ലീഡേഴ്സിന്റെയും ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഈ ഓരോ യൂണിറ്റുകളും വിശദമായിട്ട് പഠിക്കാം. Okay, that's all. Thank you.